നമസ്കാരം. ഈ ഇൻ്റർനെറ്റ് യുഗം ആരംഭിക്കുന്നത് വരെ, അതായത് ഈ ന്യൂ ജനറേഷൻ ജീവിത രീതി തുടങ്ങുന്നത് വരെ അത്യാവശ്യം എഴുത്തിനോടും വായനയോടുമൊക്കെ താല്പര്യമുള്ളവരൊക്കെ അവരുടെ പഠനകാലത്ത് SFI എന്ന CPMൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി മാറുന്നത് സ്വാഭാവികമാണ്. അവരിൽ പലരും കുടുംബ സാഹചര്യം കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ യൂത്ത് ഫ്രണ്ടും കോൺഗ്രസിൻ്റെ KSUവും BJPയുടെ ABVPയും ഒക്കെ അംഗമായിരുന്നെങ്കിൽ കൂടി അവരൊക്കെ മനസ്സുകൊണ്ട് SFIയോട് സ്നേഹവും ആദരവുമുള്ളവരായിരുന്നു. തല്ലും കൊല്ലും വെട്ടുമൊക്കെ അക്കാലത്ത് പതിവായിരുന്നെങ്കിലും യുവത്വത്തിൻ്റെ ആവേശം എന്ന് പറയുന്നത് SFI എന്ന സംഘടനയായിരുന്നു. ഞാൻ പഠിച്ച കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിൽ SFI വലിയൊരു പ്രസ്ഥാനം ആയിരുന്നില്ലെങ്കിൽ കൂടി നിർണായകമായ സ്വാധീനം അവിടുത്തെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനുണ്ടായിരുന്നു. നേതാക്കന്മാർക്ക് വലിയ ആദരവുണ്ടായിരുന്നു. എൻ്റെ സാമൂഹ്യബോധവും എന്നെ എത്തിച്ചത് SFI എന്ന സംഘടനയിൽ തന്നെയാണ്. അതിലെനിക്കിപ്പോഴും അഭിമാനമാണ് താനും. SFIയിലേക്ക് എന്നെ പോലെയുള്ളവരെ ആകർഷിച്ചത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ പൊതുവെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. ചെറുപ്പം മുതലേ മതത്തിൻ്റെ അമിതമായ സ്വാധീനം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുമ്പോൾ പൗരോഹിത്യവും മതവും നിഷേധിക്കാനുള്ള അവരുടെ താല്പര്യമായിരുന്നു വാസ്തവത്തിൽ SFIയുടെ അസ്തിത്വത്തിൻ്റെ കാരണം. വർഗീയത തുലയട്ടെ, ഇതാണ് എക്കാലത്തും SFI ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് DYFIയും CPMഉം ഒക്കെ പ്രവർത്തിച്ചിരുന്നത്. ഒരു 10 വർഷം മുൻപ് വരെ അക്രമത്തിനും കൊലപാതകത്തിനുമൊക്കെ ഉത്തരവാദിത്തം പറയേണ്ടി വരുമ്പോഴും ഒരു വർഗീയതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CPMനെതിരെ ഉണ്ടാവുമായിരുന്നില്ല. മതപ്രീണനം UDFലെ പാർട്ടികളും BJPയും ഒക്കെ നടത്തുമ്പോൾ CPM അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്നു. അതായിരുന്നു CPMൻ്റെ ഏറ്റവും വലിയ ഗുണവും. എന്നാൽ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി പാർട്ടിയെ കൈയടക്കിയതോടുകൂടി ഈ പാർട്ടി ആകപ്പാടെ മാറിപ്പോയി. നമുക്കറിയാം, അവർ മതപുരോഹിതന്മാരുടെയും മുതലാളിമാരുടെയും പാർട്ടിയായി മാറി. അടവ് തന്ത്രം എന്നത് ആശയമായി മാറിയ ചരിത്രം പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പാർട്ടി ഇത്രയധികം വർഗീയമായി മാറുമെന്ന് ആരും കരുതിയിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ഏതേ എന്ന ചോദ്യത്തിന് ഉത്തരം CPM എന്നാണ്. അതിൻ്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കടുത്ത വർഗീയവാദിയായതാണ്. ഒരാളെ വർഗീയവാദി എന്ന് വിളിക്കുമ്പോൾ പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് അയാൾ ഏത് മതത്തിൻ്റെ ഭാഗമാണോ ആ മതത്തെ ഉയർത്തിപ്പിടിച്ചാൽ. അങ്ങനെയല്ല. ഒരാൾ വർഗീയവാദിയാകുന്നത് അയാൾ ജനിച്ച മതത്തോടുള്ള കൂറുകൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. പിണറായി വിജയൻ എന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷമാണ്, കൊടിയ വർഗീയവാദിയാണ് എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. മുൻപ് പലതവണ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഹിന്ദു സമൂഹം വലിയൊരു വിഭാഗം BJPയിലേക്ക് പോയപ്പോൾ, വലിയൊരു വിഭാഗം കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ CPMൽ നിന്നും വലിയ ചോർച്ച ഉണ്ടാവുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ വർഗീയ അജണ്ടയോടെ ഹിന്ദുക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനവിഭാഗമായ മുസ്ലിമുകളെ പിടിക്കുന്നതിന് വേണ്ടി അവരെ പച്ചയ്ക്ക് വർഗീയവൽക്കരിക്കുകയാണ് CPM ചെയ്തത്. പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയ 4 വർഷത്തെ പരിപാടികൾ പരിശോധിച്ചാൽ എങ്ങനെയെല്ലാം കേരളത്തിലെ മുസ്ലിം ജനതയെ വർഗീയവൽക്കരിക്കാമോ അങ്ങനെയൊക്കെ പിണറായി വിജയൻ വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതേ ഒരു വശത്ത് മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിച്ച് വോട്ട് ബാങ്കാക്കി CPMൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ച് കോൺഗ്രസിൽ നിന്നും അകറ്റി BJP അടക്കമുള്ള പാർട്ടിയിലേക്ക് പോകാനുള്ള സാഹചര്യവും ഒരുക്കുന്നു. പിണറായി വിജയൻ മനസ്സുകൊണ്ട് വർഗീയവാദി ആയതുകൊണ്ടല്ല, നേരെ മറിച്ച് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഏറ്റവും ഒടുവിൽ പിണറായിയുടെ വർഗീയത തിളച്ചു തുളുമ്പിയത് CAA പ്രക്ഷോഭ സമയത്തായിരുന്നു. പൗരത്വ ഭേദഗതി നിയമ സമയത്ത് ഇല്ലാത്ത ഭയമുണ്ടാക്കി, ഭയവും മരണവും വ്യാപാരം നടത്തി മുസ്ലിം സമുദായത്തിൻ്റെ സ്വയം പ്രഖ്യാപിത നേതാക്കന്മാരായി മാറി. അവർ മുഴുവൻ ഒപ്പം നിർത്താൻ അമിതമായ ആവേശമാണ് പിണറായി വിജയനും കൂട്ടരും കാട്ടിയത്. അതിനിടയിൽ കോവിഡ് വന്നതുകൊണ്ട് ആവേശം മുൻപോട്ട് തുടരാൻ സാധിച്ചില്ല. എന്നാൽ പെട്ടെന്ന് ഒരു സുവർണാവസരം വീണ് കിട്ടിയപ്പോൾ രാജ്യത്തെ അന്വേഷണ ഏജൻസി വലിയ ഒരു കള്ളക്കടത്തിൻ്റെയും മാഫിയ സംവിധാനത്തിൻ്റെയും പിറകെ പോയി അത് പിണറായിയുടെയും അദ്ദേഹത്തിന് പിണിയാളുകളുടെയും അടുത്തെത്തിയപ്പോൾ പൊടുന്നനെ
കൊടിയ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് എത്തുകയാണ്. നമുക്കറിയാം, ഖുറാൻ വിരുദ്ധ സമരം എന്ന് ഔദ്യോഗികമായി പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. തൊട്ടു പിന്നാലെ തോമസ് ഐസക്കിനെ പോലുള്ള വലിയ മതേതരവാദികൾ, എ കെ ബാലനെ പോലെയുള്ള വലിയ സാമൂഹ്യ സ്നേഹികൾ, പരിഷ്കൃതവാദികൾ ആ തിയറിക്ക് പിന്തുണ കൊടുക്കുന്നു. ഒടുവിൽ പിണറായി വിജയൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പച്ചവർഗീയത വിളമ്പി CPM-ന്റെ വോട്ട് ബാങ്ക് ഉറപ്പാക്കുന്നു. അതായത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഈ സർക്കാരിന്റെ അന്തകരായി മാറുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ക്രൂരമായ, ലജ്ജാകരമായ വർഗീയതയിലേക്ക് ഇതിനെ മാറ്റുകയാണ്. ഇന്നത്തെ ദേശാഭിമാനി പത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ദേശാഭിമാനി പത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന ഒന്ന് പിണറായി വിജയന്റെ പ്രസംഗമാണ്. ആ പ്രസംഗം ഞാൻ വളരെ ചുരുക്കി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഖുറാനെ വിവാദമാക്കിയവർ അപകടം തിരിച്ചറിഞ്ഞാൽ നന്ന്. ഇതാണ് ടൈറ്റില്. ഇത് വളരെ പലരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ഒരു ടൈറ്റിലാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, ഇതൊരു വാണിംഗ് ആണ്. അതായത് ഞങ്ങൾക്ക് വർഗീയവൽക്കരിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷേ നിങ്ങൾ പ്രക്ഷോഭവുമായി വന്ന് ഞങ്ങളുടെ അന്തസ്സിടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇത് വർഗീയവൽക്കരിച്ചു തുടങ്ങി, നിങ്ങൾക്ക് വലിയ ആപത്താവും, അത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന മുന്നറിയിപ്പ്. വിശുദ്ധ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന ആരോപണം തിരിഞ്ഞുകുത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ പ്രതിപക്ഷം ഉരുണ്ടുകളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ ബോധോദയം ഉണ്ടായെങ്കിൽ നല്ല കാര്യം. ഖുറാനെ വിവാദമാക്കി മാറ്റി മറ്റുദ്ദേശങ്ങൾക്ക് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല. സർക്കാരിനെ ആക്രമിക്കാൻ എന്തും ആയുധമാക്കാമെന്ന ധാരണയിലാണ് ഇത് ചെയ്തത്. ഖുറാന്റെ കൂടെ സ്വർണ്ണക്കടത്താണ് എന്ന് ലീഗ് നേതാക്കളടക്കം പറഞ്ഞു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തെ അപമാനിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അതിലെന്ത് തെറ്റാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കടുത്ത വർഗീയവാദിയാണ് എന്ന് വ്യക്തമാകുന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്നലത്തെ പത്രസമ്മേളനത്തിലെ വളരെ പ്രസക്തമായ ചില വാക്കുകൾ ശ്രവിക്കുക. എന്തിനാണ് അവര് ഖുറാനെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്? RSS ചെയ്യുന്നതിന് RSSന്റേതായ ലക്ഷ്യമുണ്ട്. അതിന്റെ ഭാഗമായി BJPയും BJP നേതാക്കളും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അടക്കമുള്ള UDF നേതാക്കള് എന്തിനാണ് അത് ഏറ്റുപിടിച്ചത്? എന്തിനാണ് അവര് അതിനു വലിയ പ്രചരണം കൊടുക്കാൻ നോക്കിയത്? ഇപ്പോ കുറച്ചൊന്ന് തിരിച്ചു കുത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ചില ഉരുണ്ട് കളികളുണ്ട്. ഏത് കളിയായാലും പറ്റിയ അപകടം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അബദ്ധമായിപ്പോയി എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഖുറാനെ ആ രീതിയിൽ ഒരു വിവാദ ഗ്രന്ഥമാക്കി മാറ്റേണ്ട കാര്യമുണ്ടായിരുന്നില്ല. മറ്റുദ്ദേശങ്ങൾക്ക് വേണ്ടി ഖുറാനെ ഉപയോഗിക്കേണ്ടതുമുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെയും മന്ത്രിയെയും ആക്രമിക്കാനും പുറപ്പെടേണ്ടതില്ലായിരുന്നു. അപ്പം അതിനൊക്കെ അവരാണ് വിശദീകരണം നൽകേണ്ടത്. ഇവിടെ മുഖ്യമന്ത്രി ആഞ്ഞടിക്കുന്നത് ഖുറാനെ ഉയർത്തിക്കാട്ടിയാണ്. ഖുറാന്റെ മറവിൽ നടത്തിയ കൊള്ളക്കെതിരെ ശബ്ദിക്കുന്നവരെ ഖുറാൻ വിരുദ്ധ സമരക്കാരാക്കി പ്രഖ്യാപിച്ച് അതിന് മുഖ്യമന്ത്രി അടിവരയിടുന്നു. ഇതിൽ UDF നേതാക്കന്മാർ പതറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയുടെ ശബ്ദം താഴുന്നത്, പ്രതിപക്ഷം ശബ്ദം കുറച്ചുകൂടി താഴ്ത്താൻ ശ്രമിക്കുന്നതൊക്കെ ഈ ഭീഷണിക്ക് വഴങ്ങിയാണ്. അതായത് പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ വിഷം കലർത്താൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ അവരത് വിശ്വസിച്ചാൽ തിരിച്ചടിയാകുമെന്ന് ഭയപ്പെടുന്നു. ഇത് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമസമയത്തും സംഭവിച്ചത്. സാധാരണക്കാരെ മുസ്ലിമുകൾ, ഞാൻ അനേകം പേരെ കണ്ടു, അവരൊക്കെ കരഞ്ഞ് സങ്കടപ്പെട്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നോട് ചോദിച്ചു. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ ഇറക്കി വിടുകയാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണം, ഷോർട്ട് ഫിലിമുകളെ, ട്രോളുകളൊക്കെ ഇറങ്ങുമ്പോൾ അതിന് പ്രോത്സാഹിപ്പിക്കുന്നവർ എന്ന നിലയിൽ മുസ്ലിം വിരുദ്ധനായി പ്രഖ്യാപിച്ചുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു. പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാനെയും ഈ നിയമം പുറത്താക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അങ്ങനെയല്ല എന്ന് വരുത്തി തീർത്തതിൽ അവർക്കുണ്ടായ നേട്ടം അവർ ഇവിടെയും ആവർത്തിക്കാൻ ശ്രമിക്കുന്നു.
അന്ന് കോൺഗ്രസ്സുകാരും ആ തെറ്റിദ്ധരിപ്പിക്കലിൽ കൂടെ നിന്നു. കാരണം അവർക്കറിയാം പണി കിട്ടുമെന്ന്. ഇന്ന് കോൺഗ്രസ്സുകാർ ഇപ്പോൾ വെട്ടിലായിരിക്കുക. കാരണം ഏകപക്ഷീയമായി ഖുർആൻ വിരുദ്ധ സമരമായി പിണറായി വിജയൻ വ്യാഖ്യാനിക്കുമ്പോൾ കുറച്ചുപേരെങ്കിലും വിശ്വസിച്ചു പോകും. മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഹിന്ദു വിരുദ്ധൻ എന്ന് മാത്രമല്ല, നിങ്ങളൊരു മുസ്ലിം വർഗീയവാദിയാണ് എന്നാണ്. നിങ്ങൾക്ക് മുസ്ലിം വർഗീയത തുടർത്താൻ ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ മുസ്ലിം സമുദായത്തിലോ ഇസ്ലാമിലോ വിശ്വസിക്കുന്നെങ്കിൽ അത് ഉറക്കെ പറയാൻ ഈ രാജ്യത്ത് നിയമത്തിനൊരു കുഴപ്പവുമില്ല. എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളെ നുണ പറഞ്ഞ് വർഗീയതയുടെ വിഷം പുരട്ടി അവരെ അസ്വസ്ഥരാക്കുന്നതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. CPM എന്ന് പറയുന്ന പാർട്ടി ചരിത്രത്തിൽ നിന്നും അസ്തമിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കുകയാണ്. ഇതിന് മതേതര സ്വഭാവം നഷ്ടപ്പെട്ടാൽ, ഇതിന്റെ സമത്വ സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പാർട്ടിയാണിത്? കൃത്യമായ വർഗീയ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് CPM നടത്തുന്ന ഈ ഒളിപ്പോര് അവസാനിപ്പിക്കണം. കേരള ജനതയെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് നേടുന്ന വോട്ടുകൾക്ക് അല്പായുസേ ഉണ്ടാവൂ. നമ്മുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ കൂടുതൽ കൂടുതൽ മതേതര ചിന്തയാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഒരു വശത്ത് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ വർഗീയത ഉണ്ടാക്കുന്ന പിണറായി വിജയൻ ഒരു കാര്യവുമില്ലാതെ ഹിന്ദു വികാരം തല്ലി ഉണർത്തുന്നു. ശബരിമലയിൽ സംഭവിച്ചു നമുക്കറിയാം. ഒരു ജനതയുടെ വിശ്വാസത്തെ തല്ലിക്കെടുത്തുന്നതിന് വേണ്ടി ആവേശപൂർവ്വം പോലീസിനെ ഉപയോഗിച്ച് മർദ്ദിച്ചു. സമാധാനത്തോടെ സമരം ചെയ്തവരെ പ്രകോപിപ്പിച്ച് വർഗീയവാദികളാക്കി. എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു വിശ്വാസ സമൂഹം അവരുടെ വിശ്വാസം പാരമ്പര്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു പ്രകോപനമായിരുന്നു ശബരിമല പ്രക്ഷോഭം. അത് ജനം തിരിച്ചറിഞ്ഞു. ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടങ്ങിയവർ തിരിച്ചറിഞ്ഞു പിണറായിയുടെ രാഷ്ട്രീയ അജണ്ട വർഗീയ അജണ്ട. എന്നിട്ടും പാഠം പഠിക്കാതെ ഈ വലിയ തോതിൽ ഈ ജനതയെ വർഗീയതയുടെ പേരിൽ വേർതിരിക്കാൻ നോക്കുന്ന മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ ചരിത്രത്തിലെ ഒറ്റുകാരനായി കൊടിയ വിഷമായി തന്നെ രേഖപ്പെടുത്തപ്പെടും.